രാജ, നീ അടിപൊളിയാണ്. സോ ലക്കി. അല്ലെങ്കിൽ നിന്റെ ഈ മുഖത്തിന് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടുമോ? സോ ലക്കിടാ. ബൈ. എടാ രാജ, പെണ്ണുങ്ങൾ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മൾ വീഴാൻ പാടില്ല. നമ്മൾ കുറച്ച് സീൻ കാണിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ ലവ് സ്ട്രോങ് ആകും. ഓക്കെ, ബൈ. എന്താ മോനെ ഇങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് എങ്ങോട്ടാ പോകുന്നേ? എന്നാ ഒരു കാര്യം, പോകുന്ന വഴിക്ക് കറണ്ട് ബില്ലൊന്ന് കേട്ടു. എനിക്കതൊന്നും ഇപ്പൊ പറ്റത്തില്ല, എനിക്ക് ജോലിയുണ്ട്. എടാ മോനെ, അമ്മായിടെ വീട്ടിലേക്ക് വന്ന മരുമകൻ വട കഴിക്കാതെ പോയാൽ അത് ശരിയാവില്ലല്ലോ. ഇതൊന്ന് പൊടിച്ചു വാങ്ങിച്ചോണ്ട് വാ മോനെ. അളിയൻ വട കഴിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് കുറെ ജോലി ബാലൻസ് ഉണ്ട്. അമ്മയുടെ വട അമ്മ തന്നെ കഴിച്ചു. ബൈ. മനസ്സിലായെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ പരസ്പരം സംസാരിക്കണം, മാനസികമായിട്ട് ഒത്തുപോകാൻ നോക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി വിടുള്ളൂ. അതുവരെ ബൈ. നീ വരുവോ ഇല്ലയോന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ വരാൻ പറഞ്ഞ? അത് പറ. അത് ശരി, അത്രയ്ക്ക് ധൃതിയാണോ? പെണ്ണ് സ്നേഹത്തോടെ വിളിച്ചാൽ ലവ് ചെയ്യാൻ ഒരു പൂ കൊണ്ടുവരുന്നവനെ ഞാൻ കണ്ടിട്ടുള്ളൂ. നീ എന്താ ഇങ്ങനെ വെറും കൈ ആട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു? കാര്യം എന്താണെന്ന് വെച്ചാ പറ. പറഞ്ഞില്ലേ ലവ് ആണെന്ന്. നിന്റെ ഒരു ലവ്. എന്താ? എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്തിനാ വിളിച്ചെന്ന് പറ. ശരി പറയാം, പക്ഷേ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? പാർക്കിൽ ലവ് ചെയ്യാൻ വരുന്ന ആമ്പിള്ളാരുടെ പ്രധാനപ്പെട്ട പണി ഇതാണല്ലേ? ഐസ്ക്രീം അല്ലേ? ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണം. ബ്രദർ, 2 ഐസ്ക്രീം താ. Oh, sorry. What's up, man? You are telling sorry, but I will kick you. Boys, come on. Go, attack. റോഡിലുള്ള തട്ടുകടയിൽ നിന്ന് ഓരോന്ന് കഴിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചതാ ഇങ്ങനൊക്കെ കുരങ്ങുകളി കളിച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ അടിച്ചാൽ ദിവസവും നട്ടും ബോൾട്ടും പിടിക്കുന്ന മെക്കാനിക്കായ ഞാൻ നിങ്ങളെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആരാടാ നീ? പറ, നീ എവിടുത്തെയാ? ദിവസവും നട്ടും ബോൾട്ടും പിടിച്ച് കഷ്ടപ്പെട്ട് മെക്കാനിക്ക് ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട സാധാരണക്കാരനാണെന്ന് നീ കരുതിയോ എന്നെ? ഞാൻ
അടിച്ചില്ലേ? ഇനി എന്നെ അടിക്കുന്നത് വലിയ വിഷയമുള്ള കാര്യമാണോ? കൊരങ്ങുകളി കളിക്കുക. അപ്പൊ എന്നെ വെറുതെ വിട്ടാ എങ്ങനെ? കാണിക്കണം. പിന്നെ കൊരങ്ങുകളി കാണിക്കണം. കാണിക്കണം. ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ? അതൊന്ന് കാണിക്കണം. 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 ഊരണം. 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 ഇനി എന്നെങ്കിലും നിന്നെ ഈ പാർക്കിൽ എവിടെങ്കിലും കൊരങ്ങളി കൊണ്ട് ഞാൻ കാണേണ്ട സ്ഥിതി വന്നെന്നുവേ. ഇന്ന് ഷർട്ട്, നാളെ പാന്റ് ഞാൻ ഒരു പറഞ്ഞേക്കാം. നീ ലവില് വീക്കാണ്, പക്ഷേ ഫൈറ്റില് സൂപ്പർ. ആക്ഷൻ എപ്പിസോഡ് ഇപ്പൊ കഴിഞ്ഞു. ഇനി നിന്റെ കാര്യം എന്താണെന്ന് പറ. ഇപ്പൊ എന്റെ സമയം അത്ര ശരിയല്ല. നെക്സ്റ്റ് ടൈം നല്ല സമയം നോക്കി പറയാം. ഓക്കെ, വരൂ ഡിയർ. എന്റെ വീട്ടിൽ കയറി വന്നു എന്റെ മുമ്പിൽ എന്റെ ആൾക്കാരെ തന്നെ തല്ലി. ആരാണ് നീ? നിയമത്തിന്റെ പ്രതിനിധി, ദ്രോഹികൾക്ക് സിംഹം പോലെ. SP സിംഹ, നീ ആരാണ്, നിന്റെ ജീവിതം എന്താണെന്ന് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴൊക്കെ പോലീസുകാരും സംസാരിക്കാൻ തുടങ്ങിയല്ലേ? എന്നെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നത്. ഈ പേര് കേട്ടാൽ തന്നെ നാട്ടിലുള്ളവന്മാരുടെ മുഴുവൻ എന്റെ പേര് പറഞ്ഞാൽ നിന്നെ പോലുള്ള ക്രിമിനൽസ് കേസിൽ പോലും നിന്ന് വേർക്കും. ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ SP സാറേ, രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും എപ്പോഴും നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ നഗരത്തിലേക്ക് വന്നത്? നമ്മൾ തമ്മിൽ ഒരു പരസ്പര ധാരണയുണ്ടായാൽ അത് നമുക്ക് രണ്ടുപേർക്കുമല്ലേ നല്ലത്? എന്ത് പറയുന്നു? ഞാനും അതാണ് പറയുന്നത്. നിയമത്തിന്റെ ജോലി നിയമം ചെയ്യട്ടെ. സാറിന് പറയുന്നതൊക്കെ മനസ്സിലാവും. നിയമം എന്നും പണക്കാരുടെ മാത്രം സ്വന്തമാണ്. സാറിനൊരു സ്വീറ്റ് ബോക്സ് എടുത്തോണ്ട് വാ. സ്വീറ്റ് കഴിക്കാൻ ഞാൻ ശുഭകാര്യത്തിനൊന്നും വന്നതല്ല. അതുമാത്രമല്ല, ഞാൻ കുട്ടിയൊന്നുമല്ല. സാറിന് ബ്ലഡ് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ എന്റെ സ്വീറ്റ്സ് ഒന്ന് കഴിച്ചു നോക്ക് സാറ്. വീണ്ടും വീണ്ടും കഴിക്കാൻ പോകും. അതിരിക്കും, എനിക്കെന്തിനാ സ്വീറ്റ്സ് വരുന്നത്? കാര്യങ്ങളൊക്കെ മധ്യവാക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഒരിക്കലും തടയാതിരിക്കണം. SP സാറേ, എനിക്ക് ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഫേവറിന് തരുന്ന അഡ്വാൻസ് ആണെന്ന് കരുതിയാൽ മതി. ഇത് മേടിച്ച് സന്തോഷത്തോടെ ചെക്ക് സാർ. നോക്കിയാ, പോലീസിലെല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. പ്രത്യേകിച്ചും എന്നെ പോലെയുള്ളവർ. ഞാൻ പിടിവാശി. എനിക്കും നിയമത്തിനും നടുവിൽ ആര് വന്നാലും ശരി, എൻകൗണ്ടർ ചെയ്യുന്നു. This is first and last warning for you, യാദവ്. നിന്റെ റൗഡി സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ പോവുകയാണ്. സൂക്ഷിച്ചോ. ചെയിനില്ലാതെ വണ്ടി ഓടൂല. ചക്രവും ഹായ്. എന്താ പെട്ടെന്ന് കോളും ഇല്ല, മെസ്സേജും ഒന്നും? നിന്നെ കാണണമെന്ന് തോന്നി, വരണമെന്ന് തോന്നി, വന്നു. അതുകൊണ്ടാ വന്നത്. എല്ലാവരെയും പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ്. ഇവരെല്ലാരും എന്റെ കൂട്ടുകാരാണ്. ഹായ്. വേണു, ചിട്ടി, ഹലോ. രാമു. നമസ്കാരമുണ്ട്. ഇവനാണ് വസന്ത്. ഹായ്. അത് ശരി, ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണല്ലേ? ഇല്ല, ഇവര് ജോലിക്കാരല്ല, എന്റെ അനുജന്മാരാണ്. ചെറുപ്പം മുതലേ എന്റെ കൂടെ തന്നെ, എപ്പോഴും എന്നോടൊപ്പം. ഈ ഷെഡ് നന്നായി പോകുന്നതിനും ഞാൻ നന്നായി ഇരിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇവരാണ്. ഓ, നൈസ്. ഒരു പെണ്ണിന് വേണ്ടി മാതാപിതാക്കളെ പോലും ജോലിക്കാരാന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും എന്റെ സ്വന്തമാണെന്ന് പറയുന്ന നിന്നെ പോലെ ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ നോക്ക്, നിന്റെ പുകഴ്ത്തലൊന്നും നിർത്ത്. ആദ്യം വന്ന ജോലി പറ. ജോലിയോ? ഐമാക്സിൽ എന്റെ ഫേവറേറ്റ് ഹീറോ മോഹൻലാലിന്റെ സിനിമ ഉണ്ട്. നമുക്ക് പോയി കാണാം, വാ. അയ്യോ സോറി, എനിക്ക് വരാൻ പറ്റില്ല. ഷെഡിൽ കുറെ ജോലിയുണ്ട്. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം. ഇവിടെ
എന്തിനാ ചേട്ടാ, ഇവിടെ വണ്ടികളെല്ലാം തയ്യാറായി. പിന്നെ ഇപ്പൊ ചേട്ടന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ശരി, നീ പോയി നിന്റെ കാറിലിരിക്കും. അയ്യോ, കാറിൽ പോയി പോയി എനിക്ക് ബോർ അടിച്ചു പോയി. എന്നാലും ബോയ് ഫ്രണ്ടിനോടൊത്ത് ബൈക്കിൽ പോണെങ്കിൽ ഭാഗ്യം ചെയ്യണം. സോ ലെറ്റ് us റൈഡ്. ഓക്കെ, റെഡി, കം ഓൺ.